പി കെ നവാസ് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുവരാം. മരുന്ന് വ്യാപകമാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദി SFI ആണ്. കേരളത്തിലെ കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ SFI പിരിച്ചുവിടുകയാണ് വേണ്ടത്. സിദ്ധാർത്ഥന്റെ കൊലപാതകം ആരാണ് നേതൃത്വം കൊടുത്തത്? ആരാണ് ആ കേസിലെ പ്രതികൾ മുഴുവൻ SFIക്കാരല്ലേ? കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ് ആരാണ് ഉത്തരവാദി? SFI അല്ലേ? ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു, ആരാണ് പ്രതികൾ? SFIക്കാരല്ലേ? അടിയന്തരമായി ഈ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത്. പി കെ നവാസ്, കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ റിമാൻഡിലുള്ള 3 പ്രതികൾക്കും KSUമായി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിൽ ആകാശിന് ഈ പറയുന്ന യൂണിറ്റ് പ്രവർത്തകനായിരുന്നുവെന്നും ആകാശിൻ്റെ മുറിയിൽ താമസിച്ചിരുന്ന, അതായത് 2 കിലോഗ്രാം പിടിച്ച മുറിയിൽ താമസിച്ചിരുന്നയാൾ KSUവിൻ്റെ പാനലിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയായിട്ട് മത്സരിച്ച ആദിലായിരുന്നു എന്നുള്ളതും, ആദിലിനും ആകാശിൻ്റെയും മുറിയിലേക്ക് ആ പൊതി കൊണ്ടുവച്ചയാൾ ഷാലിഖ് എന്നുള്ളത് 2023 KSUവിൻ്റെ യൂണിറ്റിൻ്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചയാളാണെന്നുള്ളതും പുറത്തു വരുമ്പോൾ എന്തിനാണ് SFIയെ പിരിച്ചുവിടുന്നത്? പി കെ നവാസ്. ശ്രീ അരുൺകുമാർ, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം അരുൺകുമാറിനോട് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ CPMൻ്റെ പ്രതിനിധിയും SFIയുടെ പ്രതിനിധിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എനിക്കുള്ളൊരു സംശയം, അതൊന്ന് ക്ലാരിറ്റി വരുത്താനാണ്. ഈ അഭിരാജ് ഇപ്പോൾ SFIയിലാണോ അതോ SFIയിലെ പുറത്താണോ? ഒരു ക്ലാരിറ്റി ഉണ്ടോ അരുൺകുമാറിന്? ദേവരാജിലേക്ക് വന്നാൽ, ദേവരാജ്, ഇപ്പോൾ ഈ അഭിരാജ് SFIയിലുണ്ടോ? അല്ല, ഞാനതിലേക്ക് വരാം. അപ്പോൾ ആ ക്ലാരിറ്റി വരുത്തി പോകാം. ദേവരാജ്, ഇപ്പോൾ ഈ അഭിരാജ് SFIയിലുണ്ടോ? അഭിരാജ് SFI എന്ന സംഘടനയുടെ ഭാഗമായിരുന്നു. ഇന്നലെ നടന്ന യൂണിറ്റ് സമ്മേളനത്തിൽ അഭിരാജിനെ SFIയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. നിലവിലും അഭിരാജ് കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. പി കെ നവാസ്, ആ കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അഭിരാജ് SFIക്ക് പുറത്താണ്, യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരും. അത് തെരഞ്ഞെടുത്ത പോസ്റ്റാണ്. ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം വരട്ടെ. ഷാരിഖ് ഇപ്പോഴും KSUവിലുണ്ടോ? ഈ പറയുന്ന ആകാശ് ഇപ്പോഴും KSUവിൽ തന്നെ തുടരുന്നുണ്ടോ? ആദിൽ ഇപ്പോഴും KSUവിൽ തന്നെയുണ്ടോ? പി കെ നവാസ്. ഞാൻ പറയാം. അതിനു മുമ്പ് ദേവരാജിനോട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ദേവരാജ് പറഞ്ഞത് SFIയുടെ മെമ്പർഷിപ്പിൽ ഇപ്പോൾ പിന്നെ ഇദ്ദേഹം ഇല്ല എന്നാണല്ലോ അല്ലേ? അഭിരാജ് ഇല്ല, മെമ്പർഷിപ്പിൽ അദ്ദേഹത്തെ പുറത്താക്കിയല്ലോ അല്ലേ? അതെ. അല്ലെങ്കിൽ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹിത്വം മാറ്റി നിർത്തുകയാണോ? അതെ. അഭിരാജ് ഇപ്പോൾ അഭിരാജ് ഉണ്ടായിരുന്ന ഘടകം SFIയുടെ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് യൂണിറ്റ് കമ്മിറ്റി ആയിരുന്നു. ഇന്നലെ ആ യൂണിറ്റ് സമ്മേളനം നടന്നു, അഭിരാജിനെ നീക്കി. അഭിരാജ് ഇപ്പൊ ആ കമ്മിറ്റിയിലില്ല, അഭിരാജ് ഇവിടെ ഇറങ്ങി. അപ്പൊ അദ്ദേഹം SFI മെമ്പറാണ്, യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹിത്വം മാറ്റിയതാണ്. ഞാൻ ക്ലാരിറ്റി വരുത്തിയതാണ് അത്. ഓക്കെ, അല്ല, ഞാനൊന്ന് ക്ലാരിറ്റി വരുത്തിയതാണ്. യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാരവാഹിത്വം അദ്ദേഹത്തെ മാറ്റി, അതാണ് നിങ്ങൾ പറഞ്ഞ മനസ്സിലായി. ഇനി നവാസിന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. നമുക്ക് അതിൽ ക്ലാരിറ്റി വന്നു. നവാസിന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ആദിലിപ്പോഴും KSUവിലുണ്ടോ? 2 കിലോ കഞ്ചാവുമായി വന്ന ആകാശിന്റെ KSU ബന്ധം പുറത്തു വരുമ്പോൾ ആകാശിനെ പുറത്താക്കിയോ? മൂന്നാമത്തത്, ഇന്ന് പുറത്തു വന്ന വാർത്തയനുസരിച്ച് ഷാരിഖ് ഇതിലൊരു ക്യാമ്പയിൻ, KSUവിൻ്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതായി ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അയാൾ ഇപ്പോഴും KSUവിലുണ്ടോ? ഞാൻ പറയാം. ഞാൻ ഇന്ന് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായും വൈസ് പ്രസിഡന്റുമായും ഫോണിൽ സംസാരിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, ഈ പറയുന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാദങ്ങൾ ശരിയാണോ? നിങ്ങളുടെ സംഘടനയുടെ ഔദ്യോഗികമായ അഭിപ്രായം എന്താണ്? എന്നോട് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഷാരിഖ് 2023 സെപ്റ്റംബർ മാസം നടന്ന ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പങ്കാളിയായ ആളാണ്, അതിൻ്റെ ഭാഗമായിരുന്നു. 2024 മാർച്ച് മാസത്തിൽ പോളിയിൽ നിന്ന് ഇയർ ഔട്ടായി പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥിയാണ്. അന്ന് മുതൽ അദ്ദേഹത്തിന് സംഘടന മെമ്പർഷിപ്പിൽ ഭാരവാഹിത്വമില്ല, അവർക്ക് കോളേജ് മെമ്പർഷിപ്പ് മാത്രമാണ് KSUവിനുള്ളത്. 2025 മാർച്ചിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഷാരിഖിന് KSUമായി ബന്ധമുണ്ടോ അതല്ലെങ്കിൽ അഭിരാജിന് SFIയുമായി ബന്ധമുണ്ടോ എന്നത് എന്നെ സംബന്ധിച്ച്, പി കെ നവാസ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ ഇന്നലെ നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞിരുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നതിൽ രണ്ടാമത്തെ കാര്യമാണ്. ആരാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. അതൊരു പക്ഷേ ലീഗിന്റെയും വ്യക്തിപരമായ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള നിലപാടായിരിക്കും. പക്ഷെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന UDFിലെ പ്രബല കക്ഷിയായ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് അതല്ല. ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ നേരത്തെ കാണിച്ചിട്ടുള്ള വിഷ്വലിൽ
ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വാചകത്തെയാണ് ശ്രീ അരുൺകുമാർ കോട്ടയിൽ ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന സിദ്ധാർത്ഥ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളം വലിയ രൂപത്തിൽ ചർച്ച നടത്തി. സിദ്ധാർത്ഥ് കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് വന്നത് SFI മാത്രമായിരുന്നു, മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. കോട്ടയം നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വണ്ടൂർ, ഞാൻ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന SFIയുടെ നേതാവാണ് പ്രതിസ്ഥാനത്ത് വന്നത്. അവിടെ മറ്റൊരാളുണ്ടായിരുന്നില്ല. നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ പറയുന്ന കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തയിൽ ആദ്യം SFIയുടെ നേതാവാണ്, ഇപ്പോൾ ഇവർ തന്നെ പറഞ്ഞ ഇന്നലെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ SFIയുടെ ഭാരവാഹി അംഗത്വമുള്ള ഇപ്പോഴും തുടരുന്ന ഈ ദേവരാജ് ഈ പറയുന്ന സുഹൃത്താണ് അന്ന് ഭാരവാഹി ആയിരുന്ന. ആ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറയുന്നത് പാനലിൽ മത്സരിച്ച ആളായിട്ടും ആ ആദിലിനും ആകാശിനും അടക്കം കഞ്ചാവ് വിതരണം ചെയ്തയാൾ അവിടുത്തെ ഈ പോളിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട KSUവിൻ്റെ യൂണിറ്റ് ഭാരവാഹി ആയിരുന്നിട്ടും ആ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് KSUവിലേക്ക് വരാൻ വേണ്ടി വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തയാളായിരുന്നിട്ടും SFI പിരിച്ചുവിടണം എന്ന് പറയുന്നതിലെ രാഷ്ട്രീയ യുക്തിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. പി കെ നവാസ്. അല്ല, ഞാൻ പറയുന്നത് എന്നോടാണ് താങ്കളുടെ ചോദ്യമെങ്കിൽ എൻ്റെ ഉത്തരം, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരായാലും അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. ഒരു രാഷ്ട്രീയത്തിൻ്റെ പതാകയും കൊടിയും അവർക്ക് കാവലാകരുത്, സംരക്ഷണമാകരുത് എന്നാണ് ഞങ്ങളുടെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി മറ്റൊരു കാര്യം കൂടി അരുൺകുമാർ ഞങ്ങളോട് പറയുന്നത്, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് രാഷ്ട്രീയം കലർത്തിയത്, രാഷ്ട്രീയം കൊണ്ടുവന്നത്? ഈ മിനിയാന്ന് വൈകുന്നേരം രാത്രി 11:20 കൂടി റെയ്ഡ് ആരംഭിക്കുന്ന ഘട്ടം മുതൽ മുഴുവൻ ചാനലുകളിലും അന്ന് രാവിലെ മുതൽ വാർത്ത വരുന്നുണ്ടല്ലോ. ഇന്നലെ വാർത്ത വരുന്ന സമയത്ത്, രാവിലെ വാർത്ത വരുമ്പോൾ ആദ്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്ന് സംസാരിച്ച രാഷ്ട്രീയ നേതാവ് ആരാണ്? നമ്മുടെ ഈ ചാനലിരിക്കുന്ന സുഹൃത്ത് ദേവരാജ് അല്ല, അദ്ദേഹം ഒരു വക്കീലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമല്ലേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ആദ്യം സംസാരിച്ചത്? ആ ക്യാമ്പസിലെ സംഭവ വികാസങ്ങളിൽ രാഷ്ട്രീയം കലർന്ന ആദ്യത്തെ സംസാരം വന്ന അദ്ദേഹത്തിൻ്റെതാണ്. മാത്രമല്ല, ഈ പ്രതിസ്ഥാനത്തുള്ള FIR 281/2025 FIR പ്രതിയായിട്ടുള്ള ഈ SFIയുടെ യൂണിയൻ സെക്രട്ടറിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ജാമ്യത്തിൽ എടുത്തുകൊണ്ടുവന്നത് ആരാണ്? ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ഏരിയ സെക്രട്ടറി അല്ലേ? ഇതിൻ്റെ രാഷ്ട്രീയം ആരാണ് ഈ വിഷയത്തിൽ ആദ്യം പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ നിങ്ങളുടെ വിഷ്വൽ ഉണ്ടാവും. ഞങ്ങൾ ഇന്നലെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സാധാരണ പ്രതിപക്ഷ സംഘടന മാർച്ച് നടത്തുമ്പോൾ പോലീസിനെതിരാണ്. ഞങ്ങൾ ഇന്നലെ പോലീസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അഭിനന്ദിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. കാരണം കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നിരന്തരമായ ഹോംവർക്ക് ചെയ്താണ് അവർ ഈ മിഷൻ പൂർത്തീകരിച്ചത്. അപ്പോൾ പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എടുക്കേണ്ട നിലപാടാണ്. ഒരു കൊടിയുടെയും നിങ്ങളുടെ UDFിൽ തന്നെ പെട്ട പ്രബലമായ രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല, നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് CPM സംരക്ഷണം നൽകുന്നുവെന്നാണ്. അറസ്റ്റിലായിരിക്കുന്ന പ്രതി KSUക്കാരനാണ്. അറസ്റ്റിലായ പ്രതിയുടെ സഹവാസി KSUക്കാരനാണ്. അറസ്റ്റിലായ പ്രതിയുടെയും പ്രതിയുടെ സഹവാസിയുടെയും മുറിയിലേക്ക് കഞ്ചാവ് എത്തിച്ചയാൾ KSUവിൻ്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തയാളാണ്. പക്ഷേ കഞ്ചാവിന് CPM സംരക്ഷണം. ഇതെന്ത് ലോജിക്കാണ് പി കെ നവാസ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ നവാസിന്റെ അഭിപ്രായത്തോടല്ല, നവാസിന്റെ കൂടി പാർട്ടി ഉൾപ്പെടുന്ന UDFിന്റെ മുന്നണിയുടെ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ പ്രതികരണത്തെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. പി കെ നവാസ്. അതെ അരുൺകുമാർ, അതെൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായ ലോജിക്ക് ഞാൻ പറയാം. ഇതിലിപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി വന്നത് ആരാണ്? KSUവിൻ്റെ പ്രതിനിധിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്റ്റേഷനിലേക്ക് വന്ന് ഞങ്ങളുടെ പ്രതിനിധിയെ ജാമ്യത്തിലെടുക്കാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും KSU നേതാവ് വന്നോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് വന്നോ? അവിടുത്തെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് നമുക്ക് നോക്കാം. സമാനമായ സമയത്ത് SFIയുടെ പ്രതിനിധിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. Debate with Dr. Arun Kumar.